ഹായ് ഹലോ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. വിഷു ഒക്കെ അല്ലേ വരുന്നത്. അപ്പോൾ അമ്മമാരൊക്കെ കമന്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, വിഷു സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ ഷോർട്സ് ആയിട്ടൊക്കെ ഇടുമെന്ന്. അപ്പോൾ അത് കണക്കിലെടുത്തിട്ടാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ. ഒരു അടിപൊളി സോങ് ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമ്മളുടെ എല്ലാം പ്രിയപ്പെട്ട ചിത്ര ചേച്ചി പാടിയിട്ടുള്ള ഒരു പാട്ടിന്റെ ദൃശ്യാവിഷ്കാരമാണ് ഇന്ന് ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും പരിചയമുണ്ട് ആ മൂവി, നന്ദനം എന്ന് പറയുന്ന മൂവിയിലെ ഒരു സോങ് ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിനു മുന്നേ എനിക്ക് പറയാനുള്ളൊരു കാര്യം ശ്രദ്ധിച്ചിട്ട് പോവാം. ഞാൻ ഈ ഇടുന്ന കുഞ്ഞു കുഞ്ഞു ഷോർട്സ് വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്സ് വെച്ചിട്ടാണ് ഞാൻ ഇത് വീഡിയോ ഇടുന്നത്. അത് എത്ര പേർക്ക് മനസ്സിലാവേണ്ട, എത്ര പേര് പഠിക്കുന്നുണ്ടെന്നൊന്നും അറിയില്ല. കുറച്ച് പേര് കമന്റ് ഇടുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, ട്രൈ ചെയ്യുന്നുണ്ട് എന്നൊക്കെ. അപ്പോൾ മാക്സിമം പറ്റാവുന്ന അമ്മമാരെല്ലാവരും ചെയ്ത് നോക്കുക. അതുപോലെ കുഞ്ഞു കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക. അമ്മമാർക്ക് കുട്ടികൾ സ്റ്റേജിൽ ചെയ്യണ ഒക്കെ ഇഷ്ടമുള്ള അമ്മമാരുണ്ടാവുമല്ലോ. അപ്പോൾ കുറച്ചൊക്കെ ഡാൻസ് ഒക്കെ പഠിച്ച കൊച്ചു കുട്ടികളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ എളുപ്പം മനസ്സിലാവും. അപ്പൊ അങ്ങനെയുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫോണിലും ടിവിയിലും ഒക്കെ നോക്കിയിരിക്കണേക്കാട്ടിലും അല്ലെങ്കിൽ വേറെ മറ്റു പല ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നതിനേക്കാട്ടിലും എത്രയോ നല്ലതാണ്. ഇതിപ്പോ വെക്കേഷൻ ടൈം കൂടെ അല്ലേ. അപ്പോ ഡാൻസ് പഠിച്ചിട്ടുള്ള കുറച്ച് അമ്മമാരൊക്കെ ഉണ്ടാവും. ആ അമ്മമാരൊക്കെ കുട്ടികളെ വിളിച്ചു നിർത്തി അവർക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പൊ അവർക്ക് കുറച്ചും കൂടെ ഈ ഡാൻസിലോട്ടൊക്കെ വരാനായിട്ട് ഭയങ്കര താല്പര്യമായിരിക്കും. അപ്പോൾ എല്ലാ കുട്ടികളും കല പഠിച്ച് വളരട്ടെ. അപ്പൊ ഭാവിയിലെ ശോഭനയും മഞ്ജു വാര്യരും നവ്യ നായരൊക്കെ ആയിട്ട് വളരട്ടെ അവരൊക്കെ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ. മൗലിയിൽ മയിൽപ്പീലി ചാർത്തി, അത് ആ ലൈനിന്റെ ആണ് നമ്മൾ ചെയ്യാൻ പോണത്. സ്റ്റെപ്പ് നോക്കാം. ഓക്കെ, കൈ ഇങ്ങനെ പിടിക്കുക. ആദ്യം സ്റ്റെപ്പ് കാണിച്ചു തരാം, എന്നിട്ട് ചെയ്യാം. 1 2 3 4. ഓക്കെ, അപ്പൊ കാലും കൈയും കൂടെ നോക്കാം. 1 2. ചാടുകയാണ് രണ്ട് സൈഡിലേക്ക്, റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും ഓരോ ചാട്ടം. റൈറ്റിലോട്ട് ചാടുമ്പോ റൈറ്റ് കാലിൽ ചാടുക, ലെഫ്റ്റിലോട്ട് ചാടുമ്പോ ലെഫ്റ്റ് കാലിലോ ചാടുക. ലെഫ്റ്റ് കാലം ആദ്യം പൊക്കി ചാടുക. അങ്ങനെയാണ്. റൈറ്റിലോട്ട് ചാടുമ്പോ റൈറ്റ് കാലം ആദ്യം പൊക്കി ചാടുക. ഓക്കെ, അപ്പൊ റൈറ്റ് കാല് 1 2 3 4. എന്നിട്ട് ചാടിയ കാലിന്റെ പൊക്കി ചാടിയ കാലിന്റെ ബാക്കിൽ കൊണ്ടുവന്ന് അടുത്ത കാല് ലെഫ്റ്റ് ആണ് ആദ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് അല്ല റൈറ്റ് ആണ് ആദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ റൈറ്റ് കാലിന്റെ ബാക്കിൽ ലെഫ്റ്റ് കാലും, പിന്നെ ചാടുന്നത് ലെഫ്റ്റിലാണ്. അപ്പൊ ലെഫ്റ്റ് കാലിന്റെ പുറകിൽ റൈറ്റ് കാലും വെച്ച് ചാടുക. അപ്പൊ രണ്ട് മുദ്രയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. കത്തരി മുഖവും മയൂരം, മയൂരം എന്നുള്ള മുദ്രയാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത്. മയിലിനെ സൂചിപ്പിക്കാനാണ് മയൂരം. അപ്പൊ നോക്കാമോ, അപ്പൊ അതെങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം. ഓക്കെ, 1 2 3 4. ഓക്കെ, ഇനി മയിൽപ്പീലി ചാർത്തി ചെയ്യുന്നുണ്ട്. അപ്പൊ ചാർത്തിക്ക് കൈ ഇവിടെ വെക്കുക. ഒന്നുകിൽ കൈ ഡോളഹസ്തത്തിൽ ഇടുക, അതല്ലെങ്കിൽ ഇവിടെ വെക്കുക. ഓക്കെ, ഇപ്പൊ നമുക്ക് ഡോളഹസ്തത്തിലിട്ട് ചെയ്ത് നോക്കാം. ഇങ്ങനെയും വെക്കാം കേട്ടോ. ഏതാ സൗകര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം. എന്നിട്ട് മയിൽപ്പീലി പോയി എടുത്ത് അത് ഇവിടെ കുത്തുക. ബാക്കിലേക്ക് 2 അടി നടന്നിട്ട് ഇവിടെ വെക്കാം. ഓക്കെ, ഒന്നുകിൽ ഇങ്ങനെ ചരിച്ചു വെക്കുക, അതല്ലെങ്കിൽ ഇങ്ങനെ വെക്കാം. ഓക്കെ, അപ്പൊ ഒന്നും കൂടെ നടന്ന് കാണിക്കാം. ഓക്കെ, ഇങ്ങനെ തിരിച്ചു വെച്ചോളൂ കേട്ടാ. മയിൽപ്പീലി ചാർത്തി. ഇനി മഞ്ഞപ്പട്ടാമ്പരം ചാർത്തി. കാല് പൊക്കി സമത്തിൽ നിന്ന്, കാലിങ്ങനല്ലേ നമ്മൾ വെച്ച് അവസാനിപ്പിച്ച്. അപ്പൊ അത് ഒന്ന് സമത്തിലോട്ട്. മഞ്ഞപ്പട്ടാമ്പരം ചാർത്തി. ഓക്കെ, മഞ്ഞപ്പട്ടാമ്പരം സമത്തില് ഈ മുദ്ര പിടിച്ചിട്ട് മഞ്ഞപ്പട്ട്. എന്നിട്ട് കാല് റൈറ്റ് കാല് പൊക്കി ഒന്ന് ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് അതിൽ കൂടെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ തിരിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ മയിൽപ്പീലി ചാർത്തി എന്ന് പറയുമ്പോ ആകെ കുറച്ച് ടൈമേ ഉള്ളൂ. അപ്പൊ നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചാർത്തി ഇത്രയും വന്നാ മതി. അതായത് 1 2 3 ഇത്രയും എടുത്താൽ മതി. ഓക്കെ, അപ്പൊ മൗലിയിൽ മയിൽപ്പീലി 1 2 3 വെക്ക, ചാർത്തി. നെക്സ്റ്റ് മഞ്ഞപ്പട്ടാമ്പരം ചാർത്തി. അപ്പൊ
ബാക്കിലേക്ക് പോണ്ട. മയിൽപ്പീലി ചാർത്തി എന്ന് പറയുമ്പോൾ ബാക്കിലേക്കും കൂടെ നമുക്ക് സ്റ്റെപ്പ് വെക്കാനുള്ള ടൈം അവിടെ ഇല്ല. അപ്പൊ അതുകൊണ്ട് അവിടെ പോയി 1 2 3 ഇങ്ങനെ വെച്ചാൽ മതി. അപ്പോഴത്തേക്കും നെക്സ്റ്റ് ലൈൻ വരും. മഞ്ഞപ്പട്ടാമരം ചാർത്തി എടുക്കാം. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ലൈൻ എന്ന് പറയുന്നത് ഗുരുവായൂരമ്പലം ഗോകുലമാക്കുന്ന ഗോപകുമാരനെ കണി കാണണം എന്നുള്ളതാണ്. അപ്പൊ ഗുരുവായൂരമ്പലം നമ്മൾ ഫസ്റ്റ്, ഇത് അമ്മമാർക്ക് ആയതുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ് ഞാൻ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ എളുപ്പം പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്ത ഈ കാലിന്റെ ഈ ചാട്ടല്ലേ, ഇത് തന്നെയാണ് ഗുരുവായൂരമ്പലത്തിന് നമ്മൾ ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ ഇങ്ങനെ കൈ ഇങ്ങനെ പിടിക്കുക, അരമണ്ഡലം ഇങ്ങോട്ട് ചാടി ഗുരുവായൂരമ്പലം. ഓക്കെ. 1 2 3 4 1 2 3 4 done. 1 2 3 4. ഓക്കെ. 1 2 3 4 ഗുരുവായൂരമ്പലം ഗോകുലമാക്കുന്ന. അപ്പൊ അതിന് കൈമാറ്റം ഈ ഇങ്ങനെ പിടിക്കുക, പശുക്കൾ നടക്കുക. ഓക്കെ. 3 നടത്തം. 1 2 3. ഓക്കെ. അങ്ങനെ നടന്നു കഴിഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞിട്ട് കൈ ഇവിടെ കൊടുക്കുക. എന്നിട്ട് കാലൊന്ന് ജസ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്യണതിന്റെ കൂടെ കൈയും കൂടെ ഇങ്ങനെ ഇവിടുന്ന് ഇവിടെ ഷോൾഡറിന്റെ അവിടെ വെക്കാം. അപ്പൊ ഒന്നും കൂടെ കാണിക്കാം. ഗോപകുമാരൻ. ഓക്കെ. കാലിങ്ങനെ ജസ്റ്റ് റൈറ്റ് കാല് കൊണ്ടുവന്ന് ലെഫ്റ്റ് കാല്, റൈറ്റ് കാല് ഇങ്ങനെ ഒരു കോർണറിൽ വെച്ചിട്ട് അവിടുന്ന് വളച്ചു കൊണ്ടുവന്ന് റൗണ്ടിൽ കൊണ്ടുവന്ന് ലെഫ്റ്റ് കാലിന്റെ പുറകിൽ ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ നീട്ടി വെക്കുക. അപ്പൊ കൈ അതോടൊപ്പം കൊണ്ടുവന്ന് ഇങ്ങനെ ഷോൾഡറിന്റെ അവിടെ വെക്കുക. അപ്പൊ ഒന്നും കൂടെ ചെയ്യാം. ഗോപകുമാരനെ കണി കാണണം. ഓക്കെ. കണി കാണണം. ഒന്ന് ജസ്റ്റ് വേണമെങ്കിൽ ഫ്രണ്ടിലേക്ക് നടക്കാം. കണി കാണണം. അപ്പൊ ഗോപകുമാരനെ കണി കാണണം. ഓക്കെ. നെക്സ്റ്റ് നെഞ്ചിൽ ഗോരോചനക്കുറി കണി കാണണം. ഓക്കെ. അപ്പൊ അത് നെഞ്ചിൽ എടുക്ക, ഇങ്ങനെ കടകാമുഖം പിടിക്കുക. നെഞ്ചിൽ നെഞ്ചിൽ ഗോരോചനക്കുറി കണി കാണണം. ഈ നിരങ്ങുന്ന സ്റ്റെപ്പൊക്കെ നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോ ചെയ്തിട്ടുണ്ട്. അത് തന്നെ ഇങ്ങോട്ട് നീങ്ങാം, ഇങ്ങോട്ട് നീങ്ങാം. അപ്പൊ 1 2 കാല് റൈറ്റ് ലെഗ് 1 2 ചലിപ്പിക്കുക. എന്നിട്ട് ഇങ്ങോട്ട് നിരങ്ങുക. വീണ്ടും ലെഫ്റ്റ് ലെഗ് 1 2 ചലിപ്പിക്കുക, ഇങ്ങോട്ട് നിരങ്ങുക. ഓക്കെ. ആ സ്റ്റെപ്പ് ഒന്നും കൂടെ ചെയ്യാം. നെഞ്ചിൽ ഗോരോചനക്കുറി കണി കാണണം. ഓക്കെ. 1 2 നിരങ്ങുക, 1 2 നിരങ്ങുക. ഓക്കെ. കുറി കണി കാണണം. അത്രേ ആ ലൈന് അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വരുന്ന ലൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്ദനന്ദനം ഭജേ നന്ദനന്ദനം. അത് നമ്മൾ ആദ്യം ഇങ്ങനെ 2 സൈഡിൽ ചാടിയില്ലേ, ആ സ്റ്റെപ്പ് തന്നെയാണ്. പക്ഷെ ചാടുമ്പോ മറ്റേ നമ്മള് 1 2 അല്ലേ ചാടിയത്, ഇത് 1 2 3 വെക്കുന്നുണ്ട്. 1 2 3 1 2 3 1 2 3 1 2 3 അങ്ങനെ ചാടി റൗണ്ടിൽ പോവാ. കൈ ഇങ്ങനെ ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ഇങ്ങനെ. ഓക്കെ. അപ്പൊ അതൊന്ന് നോക്കാം. അപ്പൊ കുറി കണി കാണണം. 1 2 3 1 2 3 1 2 3 1 2 3 1 2 3. ഇത് ഞാൻ ഈ ചെയ്യുന്നത് കണ്ടിട്ട് ലോങ് വീഡിയോ കണ്ട് നിങ്ങൾ ഷോർട്സും കൂടെ കണ്ടാലേ മനസ്സിലാവുള്ളൂ എത്ര എണ്ണാണ് വെച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ. ഓക്കെ. അപ്പോ ലോങ് വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും ഷോർട്സ് കൂടെ പോയി കാണാം. കണ്ടിട്ട് രണ്ടും കൂടെ കണക്ട് ചെയ്തിട്ട് പഠിക്കുക. ഓക്കെ. അടുത്ത ലൈനും സെയിം തന്നെയാണ്. മൗലിയിൽ മയിൽപ്പീലി ചാർത്തി മഞ്ഞപ്പട്ടാമ്പരം ചാർത്തി എന്നുള്ളത് ഒരുമിച്ച് ചെയ്യാണ്. ഓക്കെ. ഫസ്റ്റ് ചെയ്തത് തന്നെ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ. ഞാൻ ഇത് അമ്മമാർക്കുള്ള വീഡിയോ ആയതുകൊണ്ടാണ് സെയിം റിപ്പീറ്റ് ചെയ്ത് തന്നെ ചെയ്തോളാം. കാരണം അവർക്കൊരു കൺഫ്യൂഷൻ വേണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പൊ
ഇതിങ്ങനെ ചെയ്യാം. അതല്ല കുറച്ചും കൂടെ വലിയ കുട്ടികൾക്ക് അതുപോലെ ആവശ്യം ആരെങ്കിലും ഇങ്ങനെ വിഷു സ്പെഷ്യൽ വീഡിയോ ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ചെയ്യാം. അത് പക്ഷെ ഇതുപോലെ കുറച്ചും കൂടെ ഡിഫിക്കൽട്ടായിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, വേറെ ഏതെങ്കിലും വീഡിയോ ചെയ്യാം. ഇതിപ്പോ തൽക്കാലം അമ്മമാർക്ക് ഇങ്ങനെ ചെയ്തു തരാം. പിന്നെ അധികം ദിവസവും ഇല്ലല്ലോ പഠിക്കാൻ. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും സിമ്പിൾ ആക്കിയിട്ട് വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പൊ ഒന്ന് നോക്കാം. ഓക്കെ, അതത്രേ ഉള്ളൂ. പിന്നെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ് വരിക. അപ്പൊ അതിന്റെയും കൂടെ നോക്കാം. അടുത്ത ഭാഗം വരുന്നത് കുറച്ച് അടവുകളാണ് കേട്ടോ. തിരുവാതിരയൊക്കെ പഠിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ വേഗം കിട്ടും. അമ്മമാര് സെറ്റ് കുറച്ച് പേര് തിരുവാതിരയൊക്കെ ചെയ്യാറുണ്ടല്ലോ. അപ്പൊ അവര് അങ്ങനെയുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്പാണ് കേട്ടോ. ഇത് വേറെ തരത്തിലായിരിക്കും ചെയ്യാം. നമ്മളിപ്പോ ഭരതനാട്യം സ്റ്റൈലൊക്കെ ചെയ്യുമ്പോൾ അതിന് ചെറിയ മാറ്റം ഉണ്ടാവും. പക്ഷെ കാല് മാത്രം സെയിം ആയിരിക്കും. ഓക്കെ, നോക്കാം. ആദ്യം ഞാൻ കാണിക്കാം, പിന്നെ കൈയും കാലും കൂടെ സെപ്പറേറ്റ് കാണിക്കാം. ഓക്കെ, 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. അപ്പൊ എങ്ങനെയാണ് കാല് 1 2 3 4 1 2 3 4. കയ്യ് അതിനനുസരിച്ച് ഒന്ന് ചലിപ്പിച്ചു കൊടുക്കാം ഇങ്ങനെ. ഓക്കെ, അപ്പൊ ഇനി കൈയും കാലും കൂടെ ചേർത്ത് ചെയ്യാം. 1 2 3 4 1 2 3 4. അത് കഴിഞ്ഞ പിന്നെ കുഞ്ഞു കുട്ടികളൊക്കെ ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് 1 2 3 4. ഓക്കെ, 1 2 3 4. ഈ സ്റ്റെപ്പൊക്കെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇട്ട വീഡിയോയിൽ തന്നെ മഴവില്ലിൻ നീലിമ കണ്ണിൽ അതിലൊക്കെ നമ്മൾ ഈ സ്റ്റെപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേഗം മനസ്സിലാവും. ഓക്കെ, അപ്പൊ 1 2 3. കൈ ഒന്ന് മുകളിൽ കൊണ്ടുപോയിട്ട് താഴത്തേക്ക് ഡോളത്തിലേക്ക് ഇടാം. അപ്പൊ നോക്കാം. 1 2 3 4 1 2 3 4. ഓക്കെ, അപ്പൊ ഇതാണ് അടുത്ത സ്റ്റെപ്പ്. അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 2. കൈ ഇങ്ങനെ പിടിക്കുക. 1 2. എന്നിട്ട് ഇങ്ങനെ നിരങ്ങി ഇവിടെ കൊണ്ടുവന്ന് വെക്കാം. ഇങ്ങനെ വെക്കാം. ഓക്കെ, നെക്സ്റ്റ് അത് കഴിഞ്ഞാൽ വീണ്ടും ഇപ്പുറത്തെ സൈഡിലോട്ട് ലെഫ്റ്റ് ലെഗ് 1 2. ഓക്കെ, 1 2 3 4. ഓക്കെ, അപ്പൊ ഇത് തന്നെയാണ്, നിരക്കം തന്നെയാണ് മുമ്പ് എടുത്തിട്ടുള്ള സ്റ്റെപ്പ് തന്നെയാണ്. കൈക്കൊക്കെ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പൊ രണ്ട് സൈഡും കൂടെ ഒന്ന് ഒരുമിച്ച് കാണിക്കാം. 1 2 3 4 1 2 3 4. ഓക്കെ, ഇതാണ് അടുത്ത സ്റ്റെപ്പ്. അടുത്ത ഭാഗം എന്ന് വെച്ചാൽ കണി കാണും നേരം കമലാനേത്രന്റെ നിറമേഴും മഞ്ഞ തുകിൽച്ചാത്ത ആ ഒരു പാട്ടിന്റെ വീണയിൽ വായിക്കുന്ന ആ ഒരു സംഭവമാണ്. അപ്പൊ നമുക്ക് നോക്കാം. അത് ജസ്റ്റ് എക്സ്പ്രഷൻ മാത്രമുള്ള സ്റ്റെപ്പ് ഒന്നുമില്ല. ഓടിച്ചെല്ലുന്നു, അമ്പലത്തിന്റെ നട തുറക്കുന്നു, ഭഗവാനെ കാണുന്നു, തൊഴുതു നിൽക്കുന്നു. അതാണ് ഭാഗം കേട്ടോ. അപ്പൊ നമുക്കത് എങ്ങനെയാ നോക്കാം. നമ്മൾ അവസാനിപ്പിച്ചത് 1 2 3 4 ഇങ്ങനെയാണ്, അല്ലെ? ഇങ്ങനെ നിൽക്കുന്നതാണ്. എന്നിട്ട് പെട്ടെന്ന് ഓടിച്ചെല്ലാം. ഭഗവാനെ കാണുന്നു, തൊഴുതു നിൽക്കുന്നു. ഓക്കെ, വീണ്ടും നന്ദനന്ദനം ഭജേ നന്ദനന്ദനം ഭജേ എന്നാണ് ചെയ്യുന്നത്. ഭഗവാനെ കണ്ടുകൊണ്ട് 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. ഇത് ഇത്രയും ചെയ്തിട്ട് ഇന്നത്തെ ഷോർട്സ് റീൽസ് നമുക്ക് അവസാനിപ്പിക്കാം. ഇതാണ് ഇന്നത്തെ. ഇത് ഫുള്ള് ഇന്ന് എടുത്തിട്ടുള്ള വീഡിയോ ആണ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എല്ലാവരും കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് പറയൂ. അപ്പൊ നമുക്കതെല്ലാം ക്ലിയർ ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് പാർട്ട് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പറയൂ, അതും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാം സെറ്റ് അല്ലേ? ഓക്കെ, ബൈ.